ഹലോ ഗൈസ്, നമ്മളെല്ലാവരും MS ഓഫീസ് എന്നുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് വേർഡ് ഉണ്ടെന്നും എക്സൽ ഉണ്ടെന്നും പവർ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ നമുക്ക് എത്ര പേർക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാം? പലർക്കും കുറച്ച് ഫീച്ചേഴ്സ് മാത്രം, എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും ഒരു കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ അറിയാതിരിക്കാൻ ചാൻസ് ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലം പരിഹരിക്കുന്ന ദൃഷ്ടിയിൽ ഞാനൊരു MS ഓഫീസിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് പ്ലാൻ ചെയ്യുന്ന. ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പം MS ഓഫീസ് നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹം, ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നാഗ്രഹം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ മനസ്സിലാക്കണം എന്നാഗ്രഹമുള്ളവർ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് വീഡിയോ മിസ് ചെയ്തിരിക്കാനായിട്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് MS ഓഫീസ്, MS ഓഫീസിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, MS ഓഫീസ് പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, കരിയറിൽ എന്തൊക്കെ തരത്തിലുള്ള ജോബ് നമുക്ക് നേടാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ്. സോ ഐ ആം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സും പ്രസൻറ്റേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടല്ലേ. നമ്മൾ വർഷങ്ങൾക്കും ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നിരുന്നത്. നമുക്കതൊരു മെജോറിറ്റി ആൾക്കാരും ഹാൻഡ് റിട്ടൺ ആയിട്ടായിരിക്കും ഇപ്പോൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എഴുതുന്നത് ഹാൻഡ് റിട്ടൺ ആയിരിക്കും. പിന്നെ പ്രസൻറ്റേഷൻസ് ഒക്കെ ആണെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരച്ച് അതിനെ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു പതിവെന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം ഡിജിറ്റലായല്ലേ. ഇന്നിപ്പോൾ ചാർട്ട് പേപ്പർ വെച്ച് ആരെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന കൂടി എനിക്കറിയാൻ വയ്യ. ആ ഒരു കാലഘട്ടമൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ മാനേജർ നിങ്ങളോട് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ സാറ് നിങ്ങളുടെ ഒരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് റീറൈറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് ഒന്നേന്ന് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ലേ. നമുക്കപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്, നമ്മുടെ റിസോഴ്സസ് ഒരുപാട് വേസ്റ്റ് ആവും. സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിനൊക്കെ പരിഹാരമായിട്ടാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്ത്. നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടൈംസ് എഡിറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്കത് പലർക്കും അയച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അത് സേവ് ചെയ്ത് ഭാവിയിലത്തേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. മറിച്ച് നമ്മൾ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം കഴിയുമ്പോൾ എന്താണ് അത് ചെതിലരിച്ച് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുള്ള ബുക്കുകൾ പോലും ചെതിലരിച്ച് പോകാറുണ്ടല്ലേ. അപ്പം അതിനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ബട്ട് നമ്മളൊരു ഡിജിറ്റലായിട്ട് ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്ത് വെച്ചാൽ അത്രയും പ്രോബബിലിറ്റി ഒന്നുമില്ല. സോ ഇത്തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്ത്. മൈക്രോസോഫ്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 1988 മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ കടന്നു വരും ഒരുപാട് എംപ്ലോയീസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയൊക്കെ തന്നെ ലൈഫ് വളരെ ഈസിയാക്കി. കാരണം നമുക്ക് എന്താണ് ഡോക്യുമെൻറ്റ് സേവ് ചെയ്ത് വയ്ക്കുക, നമുക്കത് എഡിറ്റ് ചെയ്യാൻ എളുപ്പമായി അല്ലേ. പക്ഷേ ഇത് കാരണം ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞൊരു കാര്യം പാടെ എന്താ പറയുക, ഇന്നിപ്പോൾ കാണാൻ പറ്റാതെ സ്റ്റെനോഗ്രാഫി എന്നുള്ള ജോബ് ഇപ്പം നിലവിൽ ചാറ്റ് GPT പോലത്തെ AI ടൂളൊന്നും ഇപ്പോൾ കോണ്ടൻറ് റൈറ്റേഴ്സ് ഇപ്പം നിലവിൽ ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരെ എത്തി നിൽക്കുകയാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഓഫീസുകളിലെ പണി എളുപ്പമാക്കുക എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് MS ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് അതിന് പേര് കൊടുത്തത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബണ്ടിൽ ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. ആ ബണ്ടിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ആണ് MS വേർഡ്. MS വേർഡ് പേര് പോലെ തന്നെ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ലെറ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, റെസ്യൂംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് എപ്പോഴും മൈക്രോസോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ടെംപ്ലേറ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആയിരക്കണക്കിന് ആൾക്കാരോട്ട് സെൻഡ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിഫോൾട്ട് ആയിട്ട് പേജും ഹെഡിങ്ങും ഒക്കെ കൊടുക്കാനായിട്ട് ഹെഡറും ഫൂട്ടർ ഫെസിലിറ്റിയൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. നമുക്കിതൊരു സ്പ്രെഡ്ഷീറ്റ് ആയിട്ട് പറയാം, നമുക്കിതൊരു ഡേറ്റാബേസ് ആയിട്ടാണെങ്കിലും കരുതാം. അപ്പോൾ ഡേറ്റാബേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഡേറ്റാബേസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഡേറ്റ വാലിഡേറ്റ് ചെയ്യാനും ഡേറ്റ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. ഇന്നിപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ തന്നെ എനിക്ക് തോന്നുന്നു മൈക്രോസോഫ്റ്റ് എക്സൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകത്തിലെ 85% തൊഴിൽ മേഖലകളിലും ജോലികളിലും മൈക്രോസോഫ്റ്റ് എക്സൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. MS എക്സൽ കമ്പനീസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് 10-12 മണിക്കൂറുള്ള ജോലികൾ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വർക്ക് ഫ്ലോസ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ടെംപ്ലേറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് അത് അൺലിമിറ്റഡ് ടൈപ്സ് പിന്നീട് റൺ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ്
ഓഫീസിനെ വേറെ സോഫ്റ്റ്വെയർ പാക്കേജസിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഒക്കെ അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം ഒരുപാട് ജോബ് വേക്കൻസീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ സോഫ്റ്റ്വെയർ പാക്കേജാണ് പവർ പോയിന്റ്. നമ്മൾ ഓഫീസിലാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പലരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഇങ്ങനെ പ്രസൻറ്റേഷൻസിലൂടെ വിഷ്വലി നമുക്ക് ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. പവർ പോയിന്റ് സഹായത്തോടെ നമുക്ക് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും, വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റും, ഈവൻ അനിമേഷൻസ് പോലും അതിൻ്റെ ആഡ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ലൈഡ്സും പ്രസൻറ്റേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മെക്കൻസി പോലുള്ള ഗ്ലോബൽ ഫോർച്യൂൺ 500 കമ്പനികളിൽ പവർ പോയിന്റ് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് മാത്രം ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പവർ പോയിന്റിൽ എക്സ്പെർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത സോഫ്റ്റ്വെയർ ആണ് MS Access. MS Access എന്ന് പറയുന്നൊരു ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ എക്സലിനെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് MS Access ഉപയോഗിച്ചിട്ട് പറ്റും. നമുക്ക് എളുപ്പത്തിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ഫോംസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് Access ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് 2003 വെർഷനിലാണ് ആദ്യമായിട്ട് OneNote സോഫ്റ്റ്വെയർ പാക്കേജ് അവർ ലോഞ്ച് ചെയ്തത്. OneNote പേര് പോലെ തന്നെ നമുക്ക് നോട്ട് മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് OneNote നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ഓഫീസിൽ ബ്രോഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പത്തിലെ വിഷ്വൽസ് ടീംമേറ്റ്സിന് കൊടുക്കാനൊക്കെ നമുക്ക് ആവശ്യം പലപ്പോഴായിട്ട് വരാറുണ്ട്. അത്തരത്തിലുള്ള നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് പബ്ലിഷർ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല നമുക്ക് വിസിറ്റിംഗ് കാർഡ്സ് ചെയ്യാം. നമുക്കൊരു കമ്പനിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഡിസൈൻസ് നമുക്ക് പബ്ലിഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്യണമെന്നുള്ള മൈക്രോസോഫ്റ്റ് പബ്ലിഷറിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി കൊടുത്താൽ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗഷേഴ്സും വിസിറ്റിംഗ് കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് വരുന്ന വളരെ പവർഫുള്ളായിട്ടൊരു ടൂളാണ് MS Outlook എന്ന് പറയുന്നത്. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇമെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് MS Outlook എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പോഴും MS Outlook ആണ് അവരുടെ ഇമെയിൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് പോലും നമുക്ക് ഇമെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ 7 പാക്കേജസ് ചേർന്നതാണ് MS Office എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് എല്ലാവരും MS Office മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ലോകത്തിലെ 90% കമ്പനീസും MS Office ഉപയോഗിക്കുന്നുണ്ട്. MS Office സ്പെഷ്യലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈവൻ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും 60,000 എബോവ് സാലറീസ് ഇന്ത്യയിൽ പോലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ MS Officeൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എഡ്യൂർ ലേണിംഗ് അത്തരത്തിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സർവീസ് പാർട്ട്ണറാണ്. അപ്പോൾ നിങ്ങൾക്കും അത്തരത്തിൽ MS Office ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. എക്സാംസ് ഒക്കെ ഓൺലൈനാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എക്സാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് തരാൻ വേണ്ടി കഴിയും. അവിടെ സപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ട്രെയിനിങ് എല്ലാം ഇവിടെ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ആദ്യമായിട്ട് ഇറങ്ങിയത് 1988 കഴിഞ്ഞ 30 വർഷ കാലഘട്ടമായിട്ട് മൈക്രോസോഫ്റ്റ് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് ഓഫീസിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് വെർഷൻ 2021 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ അത് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ഒരിക്കൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് എവർലാസ്റ്റിംഗ് സ്കില്ലായിരിക്കും. കഴിഞ്ഞ 30 വർഷം ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നും ഇപ്പം എല്ലാ കമ്പനീസും മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ എന്ത് ഡൊമൈനിലാണെങ്കിലും ഒരു എവർലാസ്റ്റിംഗ് സ്കില്ലായിരിക്കും മൈക്രോസോഫ്റ്റ് ഓഫീസ്. ആ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കൂടെ കമ്പനീസിനുള്ള ക്രെഡിബിലിറ്റി വരും. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് മാൻഡേറ്ററി ആയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് പഠിച്ചിരിക്കാൻ പറയാനുള്ള വേറെ റീസൺ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയാണ്. നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസ് എല്ലാം അറിയുന്നതുകൊണ്ട് നമുക്ക് ഡേറ്റ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും. ഇതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകും. മൂന്നാമതായിട്ടുള്ള റീസണാണ് എൻഹാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇമെയിൽസിനായിട്ട് ഔട്ട്ലുക്ക്, കൊളാബറേറ്റീവ് എഡിറ്റിങ്ങിനായിട്ട് MS Excel, പവർ പോയിൻ്റ്, വേർഡ് എന്നിങ്ങനെ ടൂൾസ് അവൈലബിൾ ആണ്. ഇവർ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കൊളീഗ്സിനോടും ക്ലയൻസിനോടും നമുക്ക് നമ്മുടെ ബോസിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിങ്ങൾ അറിയാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻക്രീസ് ആകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എൻഹാൻസ് ആകും, നിങ്ങളുടെ ലോജിക്കലിലുള്ള തോട്ട് പ്രോസസ്സ് എൻഹാൻസ് ആകും. ഇങ്ങനെ എൻഹാൻസ് ആകും നിങ്ങൾ അറിയാൻ നിങ്ങൾക്ക് മെച്യൂരിറ്റി കൂടും, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കൂടും, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഇൻക്രീസ് ആകും. സോ ഇത്ര റീസൺസ് കൊണ്ടാണ് ഞാൻ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും മൈക്രോസോഫ്റ്റ് ഓഫീസും പഠിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് ഓഫീസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ at 9746211123. I'm Sahir signing off. Thank you.